CPMൽ ഏതെങ്കിലും ഘടകത്തിന്റെ സെക്രട്ടറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമ്പോൾ തന്നെ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന് നിർദ്ദേശം. താൽക്കാലിക ചുമതല നൽകുകയും മത്സരിച്ച ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം സ്ഥിരമായി ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണ് മാറ്റുന്നത്. CPIയിൽ ലോക്കൽ മണ്ഡലം സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ചുമതല കൈമാറിയാൽ മതിയെന്നാണ് നിർദ്ദേശം. BJPയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ജില്ലാ പ്രസിഡന്റുമാരും മത്സരിക്കരുതെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞു. ജില്ലകൾ വിഭജിച്ചതിനാൽ തന്നെ 30 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഇവരിൽ ഒരാളെ മത്സരിപ്പിച്ചേ തീരുവെന്ന് ബന്ധപ്പെട്ട ജില്ലാ ഘടകം ആവശ്യപ്പെട്ടാൽ തീരുമാനം സംസ്ഥാന പ്രസിഡന്റിന്റേതാകും. അപ്പോഴും സ്ഥാനം നഷ്ടമാകും. CPMലും CPIയിലും മുസ്ലിം ലീഗിലുമാണ് ടേം നിബന്ധനയുള്ളത്. തുടർച്ചയായി 2 ടേം മത്സരിച്ച് ജയിച്ചവരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് CPMന്റെ തീരുമാനം. ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കീഴ് കമ്മിറ്റികൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മേൽ കമ്മിറ്റിയെ അറിയിക്കേണ്ടതുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തിന് വിധേയമാകിയാകും അന്തിമ തീരുമാനം. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് ടേം നിബന്ധന മാറ്റണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി കൂടി അറിയണം. CPIയിൽ തുടർച്ചയായി 3 ടേം മത്സരിച്ചവർക്കാണ് വിലക്ക്. ജയവും തോൽവിയും മാനദണ്ഡമല്ല, ഇളവ് നൽകേണ്ടതുണ്ട് എങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കും. മുസ്ലിം ലീഗിൽ 3 തവണ തുടർച്ചയായി മത്സരിച്ചവരല്ല, 3 തവണ തുടർച്ചയായി അംഗങ്ങളായവർ മത്സരിക്കേണ്ട എന്നാണ് നിബന്ധന. ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർക്ക് സീറ്റില്ല. BJPയിലും കോൺഗ്രസിലും ടേം നിബന്ധനയില്ല. DCC പ്രസിഡന്റുമാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന രീതിയില്ല. KPCC ഭാരവാഹികൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മത്സരിച്ചാൽ മതിയെന്ന് വയ്ക്കാൻ നിർദ്ദേശവുമുണ്ട്. മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ചുമതലയും കൈമാറേണ്ടതുണ്ട്.